Hello everyone, welcome to the class. So, as part of your B English course, you have to study the cultural and social history of Britain, or the social and cultural history of Britain. In this subject, as part of your B English course, you have to study the history of Britain, the importance of Britain, or Britain itself means that the England, okay, England. So, what is the importance of Britain and also how this language is developed? It's a B English course, no? So, you have to study the place that the language came from. So, as part of introduction, I'll tell you what is this United Kingdom. Okay. Before that, this first chapter is all about the early history of British Islands. So, early history, the very beginning of this England or this island. So, let's look at the geographical features at first. Geographical means what? The location of that island or the different what makes it's different from other countries. Okay. സോ അപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റീൻ്റെ ബി ഇംഗ്ലീഷ് കോഴ്സിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒരുപാട് സബ്ജക്റ്റുകൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഇതിൽ കോംപ്ലിമെൻ്ററി കോഴ്സായിട്ട് വരുന്ന ഒന്നാണ് ഈ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടൻ എന്നുള്ള ഒരു സബ്ജക്റ്റ്. അപ്പോൾ ഈ സബ്ജക്റ്റിൽ നമ്മൾ പറയാൻ പോകുന്ന ഇംഗ്ലീഷ് ഭാഷയുടെ തുടക്കം എന്ന് വിശ്വസിക്കുന്ന ഇംഗ്ലണ്ടിൻ്റെ പ്രത്യേകതകളും ഇംഗ്ലണ്ടിൻ്റെ എന്താണ് കൾച്ചറൽ സോഷ്യൽ ഫീച്ചേഴ്സൊക്കെയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ബ്രിട്ടൻ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്നതെന്ന് പല രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. അതിൽ പ്രധാനമാണ് ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കാര്യം. ഭൂമിശാസ്ത്രം മീൻസ് geographical features. Okay, first of all, let's look at the geography of this United Kingdom. United Kingdom, UK, Britain, England, it's all means the same. Okay, ഇതൊക്കെ ഒന്നിൻ്റെ തന്നെ പേരാണ്. So the whole island of Great Britain comprises United Kingdom. This includes England, Wales, Scotland and northern part of island of Ireland. ഓക്കെ, അപ്പോൾ ഈ ഒരു പാർട്ട് ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് ഗ്രേറ്റ് ബ്രിട്ടൻ എന്ന് പറയുന്നതിൽ ഉൾപ്പെടുന്ന ഗ്രേറ്റ് ബ്രിട്ടൻ എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് ആണ്. ഗ്രേറ്റ് ബ്രിട്ടൻ ഇസ് എ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് ദാറ്റ് ഇൻക്ലൂഡ്സ് വാട്ട് ആർ ദേ ഇംഗ്ലണ്ട് എന്ന് പറയുന്ന ഒരു ദ്വീപ് കൂടുന്നുണ്ട്, അതുപോലെ സ്കോട്ട്ലൻഡ്, വെയിൽസ്, അതുപോലെ നോർത്തേൺ പാർട്ട് ഓഫ് ദി അയർലൻഡിന്റെ വടക്ക് ഭാഗവും ഇതിൽ പെടുന്നുണ്ട്. അപ്പൊ ഇത്രയും ഭാഗങ്ങൾ ചേർന്നിട്ടുള്ളതിനാണ് എന്ത് പറയുന്നത്? ബ്രിട്ടൻ എന്ന് പറയുന്നത്. ബ്രിട്ടൻ കംപ്രൈസസ് ഓഫ് ഡിഫറെന്റ് ഐലൻഡ്സ്. I already mentioned the names and also so this is actually what is Britain means. So the Britain sometimes used to denote the United Kingdom as whole. So United means what? Different kingdoms are united. So the name Britain itself means the United Kingdom. അപ്പോൾ ബ്രിട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ യുണൈറ്റഡ് കിങ്ഡം എന്നുള്ള മീനിങ് തന്നെയാണ് വരുന്നത്. ഓക്കെ, ക്ലിയർ? So the capital of Britain is, or the United Kingdom is London. Okay, ലണ്ടൻ ആണ് യുണൈറ്റഡ് കിങ്ഡത്തിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. Why it's became capital? Because it's one of the leading commercial, financial and cultural centers. എല്ലാം കൊണ്ടും മുന്നിട്ട് നിൽക്കുന്ന ഒരു സെന്ററാണ്, ഒരു കേന്ദ്രമാണ് ലണ്ടൻ എന്ന് പറയുന്നത്, അല്ലേ? ലണ്ടൻ ഈസ് ഇൻ എവറി വൺസ് ഡ്രീം, അല്ലേ? നമ്മുടെ എല്ലാവരുടെയും സ്വപ്നത്തിൽ ലണ്ടൻ എന്ന് പറയുന്ന ഒരു നഗരമുണ്ട്. ലണ്ടൻ ഈസ് ഫേമസ് ഫോർ ഇറ്റ്സ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ്സ് ഓർ ദി കൾച്ചറൽ വാല്യൂസ് or the geographical features, all financial, cultural, everything is there. And not only this London, ബ്രിട്ടൻ എന്ന് പറയുന്നത് യുണൈറ്റഡ് കിങ്ഡത്തിൽ ലണ്ടൻ മാത്രമല്ല ഒരു പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത്. ദർ ആർ സം അതർ പ്ലേസസ് ടു. ലെറ്റ് മീ ടെൽ ദ നെയിംസ്. ലിവർപൂൾ, ബർമിംഗ്ഹാം, മാഞ്ചസ്റ്റർ ആൻഡ് ലണ്ടൻഡെറി, സ്കോട്ട്ലൻഡ്, എഡിൻബർഗ്, ഗ്ലാസ്ഗോ, സ്വനേസി, Cardiff. These are some other cities of different isles. Okay. So the official name of Great Britain is United Kingdom of Great Britain and North Ireland. Okay. So you have to remember this name.
the complete name. What is the real name of what is the ഒഫീഷ്യൽ നെയിം ഓഫ് ബ്രിട്ടൻ? ബ്രിട്ടൻ എന്ന് പറയുന്നതിന് ഒരു ഒഫീഷ്യൽ നെയിം ഉണ്ട്. ഇപ്പം നമ്മളെ വീട്ടിൽ വിളിക്കുന്ന ഒരു പേരുണ്ട്, അതേപോലെ നമുക്ക് സ്കൂളിലൊക്കെ ഒരു പേരുണ്ട്. സെയിം വേ ബ്രിട്ടൻ ഓൾസോ ഹാവ് ദാറ്റ് നെയിം. Then common people like us will call maybe Britain. So official name is what? So then the answer is the United Kingdom of Great Britain and Northern Ireland. Okay. സോ ഇതാണ് ഫുൾ നെയിം. ബ്രിട്ടൻ്റെ ഫുൾ നെയിം എന്താണെന്ന് ഒരു ക്വസ്റ്റ്യൻ, ഇല്ലെങ്കിൽ ഒഫീഷ്യൽ നെയിം എന്താണെന്ന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ യുണൈറ്റഡ് കിങ്ഡം ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ആൻഡ് നോർത്തേൺ അയർലൻഡ് എന്ന് വേണം പറയാൻ. ഓക്കെ, വാട്ട് ഈസ് ദ ഫുൾ നെയിം? United Kingdom of Great Britain and North Ireland. So the population is very high. It's not very much, and you can say it as 66,834,000. Okay, it's around 66,834,000. Okay. And the origin of United Kingdom can be traced in the time of Anglo-Saxon King Athelstan. So the United Kingdom, the concept of United Kingdom starts from the Anglo-Saxon king Athelstan. Okay, we will look at this later. So just understand what it is mean. Okay, this United Kingdom is covered by sea. യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ ഈ ബ്രിട്ടൻ്റെ ചുറ്റുഭാഗം മൊത്തം കടലാണ്. സോ അതുകൊണ്ട് തന്നെ ദേ ഹാവ് എ ഡിഫറെൻറ്റ് കൾച്ചർ, ലൈഫ് സ്റ്റൈൽ, or their own things, everything. It's not connected with any other country. അതായത് ബ്രിട്ടൻ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഐലൻഡാണ്, അതിൻ്റെ ചുറ്റും കടലാണ്, മറ്റ് പുറത്തുള്ള രാജ്യങ്ങളായിട്ട് യാതൊരു ബന്ധവും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ അവിടെ ഒരു പ്രത്യേക തരത്തിലുള്ള കൾച്ചർ, അതുപോലെ ലൈഫ് സ്റ്റൈൽ തന്നെ ഡെവലപ്പായി എന്ന് വേണം പറയാൻ. സോ ദ ഫേമസ് ഇംഗ്ലീഷ് റൈറ്റർ റിച്ചാർഡ് ഹാക്ലിറ്റ്, remarks that the geography and chronology are the sun and the moon, the right eye to and the left eye of the history. അപ്പോൾ according to this Richard, one of the famous English writer, അപ്പോൾ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഇംഗ്ലീഷ് റൈറ്ററാണ് റിച്ചാർഡ് ഹാക്ലി. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ജോഗ്രഫി ആൻഡ് ക്രോണോളജി മീൻസ് കാലചക്രം. ഓക്കെ, ഹിസ്റ്ററി, ജോഗ്രഫിയും ഹിസ്റ്ററിയും തമ്മിൽ വളരെ ബന്ധമുണ്ടെന്നാണ് പറയുന്നത്. അത് സണ്ണും മൂണും പോലെയാണ്, അല്ലെങ്കിൽ ഇടത്തെ കണ്ണും വലത്തെ കണ്ണും പോലെയാണെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഓക്കെ, സോ ദ സ്റ്റേറ്റ്മെന്റ് ഹൈലൈറ്റ്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ജോഗ്രഫി ഇൻ ദ സ്റ്റഡിങ് the historical antecedents and the evolution of British history and culture cannot be properly understood without proper appreciation of geographical factors involved in their development. So when we study about Britain, so we have to remember that the geographical features have very much importance is there. Why? നമ്മൾ ബ്രിട്ടൻ്റെ പ്രത്യേകതകൾ പറയുമ്പോൾ അവിടെ ഹിസ്റ്ററി പറയേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹിസ്റ്ററി പറയുമ്പോൾ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് പറയേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അതാണ് ഒരു ചരിത്രം വ്യത്യസ്തമായിട്ട് അവർക്ക് ഉണ്ടാക്കിയതെന്നാണ് പറയുന്നത്. സോ നൗ ലെറ്റ്സ് ലുക്ക് അറ്റ് ഇറ്റ്സ് ഡീപ്ലി. ഇനി ഓരോന്നും എന്താണെന്ന് നമുക്ക് കുറച്ചും കൂടി ആഴത്തിൽ നോക്കാം. സോ ഫസ്റ്റ് വി ആർ ഗോയിങ് ടു ലുക്ക് അറ്റ് ദിസ് ബ്രിട്ടീഷ് ഐൽസ്. ഓക്കെ, ബ്രിട്ടീഷ് ഐലൻഡ്സുകളെ കുറിച്ചാണ് നോക്കുന്നത്. The British Isles lie off the northwest coast in mainland of Europe. The British Isles comprise the two large islands over 5,000 smaller ones like Isle of Man, Isle of Scilly, Isle of Arran and Isle of Wight. Politically, the British Isles are divided into countries, namely United Kingdom and Republic of Ireland. Geographically, the British Isles are divided between highlands and to northwest and the lowlands to southeast. The low rolling hills, high moorlands and the small fields, the high hedges are all typical of the British Isles. The Ireland is known as the Emerald Isle because its heavy rainfall and gives a green appearance. Okay, so the British Islands are small islands.
ഈ ബ്രിട്ടൻ ഇല്ലെങ്കിൽ യുണൈറ്റഡ് കിങ്ഡം എന്ന് പറയുന്നത് ഇറ്റ് കംപ്രൈസസ് ഓഫ് ഡിഫറെന്റ് ഐലൻഡ്സ്. അപ്പോൾ ചെറിയ ചെറിയ ദ്വീപുകൾ ചേർന്നിട്ടാണ് യുണൈറ്റഡ് കിങ്ഡം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിന്റെ നോർത്ത് വെസ്റ്റേണിലും സൗത്തിലും ഒക്കെ ആയിട്ട് ഒരുപാടുണ്ട്, ചെറിയ ചെറിയ ദ്വീപുകളുണ്ട്. അപ്പോൾ അതിൽ മേജർ 2 ഐലൻഡ്സ് ആണ്, ഒന്ന് യുണൈറ്റഡ് കിങ്ഡം, പിന്നെ ഒന്ന് റിപ്പബ്ലിക് ഓഫ് അയർലൻഡ്. ഒന്ന് യുണൈറ്റഡ് കിങ്ഡം UK, മറ്റേത് അയർലൻഡ്. ഓക്കെ, സോ അതിൽ ബ്രിട്ടീഷ് ഐലൻഡ്സുകളൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആണ്, എല്ലാം തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആണ്, വിത്ത് മൗണ്ടെയിൻസ് ആൻഡ് ഓൾസോ വാലീസ്, എവറിത്തിങ് ഇസ് ദെയർ. ആൻഡ് ലാസ്റ്റ് വൺ ഇസ് ദിസ് അയർലൻഡ്. അയർലൻഡിന്റെ മറ്റൊരു പേരാണ് എമറാൾഡ് ഐലൻഡ് എന്ന് പറയും. ബിക്കോസ് ഇറ്റ്സ് ഹാവ് ഹെവി റെയിൻഫോൾ. അവിടെ വളരെ ശക്തിയായിട്ട് ഒരുപാട് മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ എപ്പോഴും ഗ്രീൻ ആയിട്ടാണ് കാണുന്നത്. അപ്പൊ എമറാൾഡ് എന്നുള്ള സ്റ്റോണിന്റെ പ്രത്യേകതയും ഇറ്റ്സ് കളർ ഇസ് ഗ്രീൻ. സോ ദാറ്റ്സ് വൈ ഇറ്റ്സ് കോൾഡ് ഇറ്റ് ആസ് എമറാൾഡ് ഐൽ. ഓക്കെ, യുണൈറ്റഡ് കിങ്ഡം ഇസ് സറൗണ്ടഡ് ബൈ സീ. അപ്പൊ യുണൈറ്റഡ് കിങ്ഡം എന്ന് പറയുന്നത് കടലുകളാൽ ചുറ്റപ്പെട്ട ഒരു ദ്വീപ സമൂഹമാണ്. ദ സൗത്ത് ഓഫ് ഇംഗ്ലണ്ട് ആൻഡ് ദ ബിറ്റ്വീൻ UK ആൻഡ് ഫ്രാൻസ് ഇസ് കോൾഡ് ഇംഗ്ലീഷ് ചാനൽ. അപ്പോൾ ഇംഗ്ലണ്ടിനെയും ഫ്രാൻസിനെയും, അതായത് UKനെയും ഫ്രാൻസ് പറയുന്ന വേറൊരു കൺട്രി, സോ ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദിസ് 2 countries is called ഇംഗ്ലീഷ് ചാനൽ. ഓക്കെ, ഇംഗ്ലീഷ് ചാനൽ, അതായത് ഇന്ത്യ ഉണ്ട്, ഇംഗ്ലണ്ട് ഉണ്ട്, അപ്പുറത്ത് ഫ്രാൻസ് ഉണ്ട്, അതിന്റെ ഇടയിൽ കടലുണ്ട്, ചെറിയൊരു കടൽ ഇടുക്കുണ്ട്, അതിനാണ് ഇംഗ്ലീഷ് ചാനൽ എന്ന് പറയുന്നത്. സോ യു മേ ബി ഹേർഡ് അബൌട്ട് ഡിഫറെന്റ് ഗിന്നസ് റെക്കോർഡ്സ് അബൌട്ട് റിലേറ്റഡ് ടു ദിസ് ഇംഗ്ലീഷ് ചാനൽ. സോ ഇംഗ്ലീഷ് ചാനൽ സ്വിം ചെയ്ത് അപ്പുറത്തെത്തിയതിനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, സോ a narrow stripe of water which separate England from the mainland. അപ്പോൾ we already said that it's a different island, that there is no connection between any other countries, അല്ലേ? ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ UK എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് ദ്വീപ സമൂഹമാണ്, അത് മറ്റ് രാജ്യങ്ങളായിട്ട് ഒരു കണക്ഷനും ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഏറ്റവും ചെറിയൊരു കണക്ഷനാണ്, കടലിടുക്കാണ്, ഇവരെ തമ്മിൽ മുട്ടിക്കാനുള്ള ഒരു ചെറിയ സ്പേസ് ആണ് ഏത്, ഈ ഇംഗ്ലീഷ് ചാനൽ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് നൗ ലെറ്റ്സ് ലുക്ക് അറ്റ് ദ ലൈവ്ലിഹുഡ് ഓഫ് ദിസ് പീപ്പിൾ. സോ southern England, southern part England is called southern England. The southern parts of England, particularly Greater London, and are the most densely populated area of British Isles. England has one of the highest population densities in the British Isles, with 380 people per square kilometer. There are more industries and more jobs here than anywhere else in the UK. അപ്പോൾ സദേൺ ഇംഗ്ലണ്ടിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്ലേസ് ആണ്, ഇല്ലെങ്കിൽ മെയിൻ സ്പോട്ട് എന്ന് പറയുന്നത് ലണ്ടനാണ്, ഗ്രേറ്റർ ലണ്ടനാണ്. ഇപ്പം നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ തിരക്കുള്ളത് കൊച്ചിയിലാണ്, അല്ലേ? അതുപോലെ ഇൻ ഇംഗ്ലണ്ട് ലണ്ടൻ ഇസ് വെരി പോപ്പുലേറ്റഡ് ഡെൻസ് ഏരിയ, വളരെ പോപ്പുലേഷനുള്ള വളരെയധികം ആൾക്കൂട്ടമുള്ള സ്ഥലമാണ് ലണ്ടൻ എന്ന് പറയുന്നത്. അവിടെയാണ് കമ്പയർഡ് ടു എനി അതർ സിറ്റീസ് ഓഫ് ഇംഗ്ലണ്ടിലെ മറ്റ് സ്ഥലങ്ങളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഓൾസോ ക്വാളിറ്റി ഓഫ് ലൈഫ് കൂടുതൽ എവിടെയാണ്, ലണ്ടനിലാണ്. ഓക്കെ, ആൻഡ് ഓൾസോ ദർ ആർ മോർ ഇൻഡസ്ട്രീസ്, ഒരുപാട് വ്യവസായ കേന്ദ്രങ്ങൾ അവിടെയുണ്ട്. And financial centers, the London is one of the world top financial centers and also leading center for the service industries including insurance, media and publishing. So it's a financial hub. എല്ലാ തരത്തിലുള്ള ഇപ്പൊ ഏതൊരു കമ്പനി ഉണ്ടാക്കിയാലും അതിന്റെ ഹെഡ് എന്ന് പറയുന്നത് ലണ്ടനിലായിരിക്കും. ഓക്കെ, ഇറ്റ്സ് ക്യാപിറ്റൽ ഓഫ് ഫാഷൻ, അല്ലെ? ലണ്ടൻ ഫാഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് വേൾഡ് ബെസ്റ്റ് ആണ്. സോ it's very important place, the London. Okay, and also it's including Cambridge and Swindon are the centers of high tech industry. Thousands of tourists visit the historic and cultural centers in the southern England every year. Due to fertile soil and reliable rainfall, a wide range of crops are cultivating in the southern England. The landscape of southern England is very varied. The Cornwall is far west, has rough hills and the unevenly cut coastline shaped by the Atlantic Ocean.
അപ്പം എല്ലാം കൊണ്ടും വളരെ എന്താണ് പ്രത്യേകതയുള്ള വളരെ ഭംഗിയുള്ള സ്ഥലമാണ് ഇംഗ്ലണ്ട്. അത് അതിൻ്റെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് കൊണ്ടാണ് പ്രധാനമായിട്ടും. അവിടെ നല്ല സോയിൽ ആയതുകൊണ്ട് തന്നെ എല്ലാ ടൈപ്പിലുള്ള കൃഷിയും അവിടെ നടക്കും. അതുപോലെ മറ്റ് കാര്യങ്ങൾ ലൈക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, ഇപ്പം ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ഒക്കെ ഫസ്റ്റ് നമ്മളെ മൈൻഡിൽ വരുന്ന പേരാണ്. സോ ദീസ് ഓൾ ആർ പാർട്ട് ഓഫ് ദിസ് history, okay, of the development of a distinct culture in England. Now let's look at the climate. It's has warm temperate climate. Greater London and eastern region are most heavily populated area of England. Most 7 million people are live in the Greater London. Around 7 million. It's about 70 lakh people are living in the place London, and also it's very highly populated place. Now let's look at the Northern England and Wales. Northern England and Wales. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സദേൺ ഇംഗ്ലണ്ട്. ഇപ്പോൾ ഇന്ത്യയുടെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ നോർത്തേൺ സൈഡ് ഉണ്ടല്ലേ, ജമ്മു കാശ്മീറുള്ള ഏരിയ. സദേൺ എന്ന് പറയുമ്പോൾ കേരള വരുന്ന ഏരിയ. അതുപോലെ ഇംഗ്ലണ്ടിനെ അങ്ങനെ പല രീതിയിൽ നമ്മൾ പഠിക്കുകയാണ്. അതിൽ സദേൺ ഏരിയയിലാണ് ഏത് വരുന്നത്, ലണ്ടൻ വരുന്നത്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ലുക്ക് അറ്റ് ദി നോർത്തേൺ ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ്. വെയിൽസ് എന്ന് പറയുന്ന ഐലൻഡും അതുപോലെ നോർത്തേൺ പാർട്ട് ഓഫ് ഇംഗ്ലണ്ടും ആണ് പറയാൻ പോകുന്നത്. Industrial revolution of 18th and 19th centuries began in northern England. The area is abundant of rich minerals and resources needed for the industry. South Wales was once major coal mining and heavy industrial area. This region is reputed for the traditional industries such as iron, steel, coal mines, and textiles. The eastern lowlands have an ideal climate for arable crops. Oats and potatoes grows in the north and west. The southwest is mainly for grazing cattle and sheep. The forestry is important in the mountain areas. The weather of northern England is cooler and wetter than the south. Important industrial cities in northern England are Liverpool, Manchester, Leeds, and Bradford. So it's saying that നോർത്തേൺ ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ റവല്യൂഷന് ശേഷം നോർത്തേൺ ഇംഗ്ലണ്ടിലാണ് ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ തുടങ്ങിയത്. വ്യവസായ വിപ്ലവം എന്നുള്ള കാര്യം തുടങ്ങിയത് എവിടെയാണ്, നോർത്തേൺ ഇംഗ്ലണ്ടിലാണ്. അപ്പോൾ ഈ നോർത്തേൺ ഇംഗ്ലണ്ടിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇറ്റ്സ് റിച്ച് വിത്ത് മിനറൽസ്. മിനറൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ധാതുക്കൾ കൊണ്ട് വളരെയധികം സമ്പന്നമാണ് ഈ പറയുന്ന നോർത്തേൺ റീജിയൻ. ഓക്കെ, മാത്രമല്ല അവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റീൽ, അയൺ, കോൾ മൈൻസ്, കൽക്കരി, അതുപോലെ സ്റ്റീല്, അയൺ, ഇതുപോലെയുള്ള ധാതുക്കൾ, ഒരുപാട് മിനറൽസ് അവിടെ ഉണ്ട്, ഭൂമിയിലുണ്ട്. അതിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് തന്നെ അവിടെ ഇൻഡസ്ട്രീസ്, ഇപ്പം ഇങ്ങനെയുള്ള ഐറ്റംസ് ഉള്ളിടത്തല്ലേ ഇൻഡസ്ട്രീസ് ഉണ്ടാവും. സോ അതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രീസ് അവിടെ വളരെയധികം ഉണ്ടായി. മാത്രമല്ല ഈസ്റ്റേൺ റീജിയൻ, നോർത്തേൺ ഇംഗ്ലണ്ട് ഈസ്റ്റേൺ റീജിയൻ, കിഴക്ക് ഭാഗം എന്ന് പറയുന്നത് കൃഷിക്ക് വളരെയധികം ഐഡിയൽ പ്ലേസ് ആണ്. സോ ഇറ്റ്സ് വെരി ഐഡിയൽ ഫോർ ദി ക്രോപ്സ് ബിക്കോസ് ദ ക്ലൈമറ്റ് ഇസ് വെരി ഗുഡ് ആൻഡ് ഓൾസോ വെരി ഫെർട്ടൈൽ സോയിൽ ഇസ് ദെയർ. ആൻഡ് ദ സൗത്ത് വെസ്റ്റ് റീജിയൻ ഇസ് ഫേമസ് ഫോർ ദി ഗ്രേസിംഗ് കാറ്റിൽസ് ആൻഡ് ഷീപ്പ്. ഈ സൗത്ത് വെസ്റ്റ് റീജിയണിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മൃഗങ്ങളെ വളർത്താൻ വളരെ യോജ്യമായിട്ടുള്ള സ്ഥലമാണ്. കാരണം നല്ല പുൽമേടുകളൊക്കെയുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ ഇറ്റ്സ് വെരി ഗുഡ് ഫോർ കാറ്റിൽ, ഷീപ്പ് ഗ്രേസിങ്. സോ അനദർ തിങ് ഈസ് ദ ഫോറസ്ട്രി. കാട് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ദ വെദർ ഓഫ് നോർത്തേൺ ഇംഗ്ലണ്ട് ഇസ് കൂളർ ആൻഡ് വെട്ടർ. സൗത്തിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ, സൗതേൺ ഇംഗ്ലണ്ടിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ നോർത്തിൽ കുറച്ചും കൂടി തണുപ്പുള്ള കാലാവസ്ഥയാണ്, കൂളായിട്ടുള്ള ഒരു കാലാവസ്ഥയാണ്. സോ മെയിൻ ഇൻഡസ്ട്രിയൽ സിറ്റീസ്, അവിടെ ഫേമസ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ സിറ്റീസ് എന്ന് പറയുന്നത് നോർത്തേൺ റീജിയണിൽ ഇംഗ്ലണ്ടിലെ ലിവർപൂള്, മാഞ്ചസ്റ്റർ, ലീഡ്സ്, ബ്രാഡ്ഫോർഡ്, ഇതൊക്കെയാണ് ഫേമസ് ആയിട്ടുള്ള സിറ്റീസ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് സ്കോട്ട്ലൻഡ്.
Scotland lies off the northern part of Britain. Scotland covers 32% of United Kingdom's land area and has only 9% of the population. It least crowded part of the United Kingdom. Scotland has one of the lowest population densities in Western Europe with 65 people per square kilometer. The eastern side of the Scotland has drier climate than the west and suitable for growing cereal crops and vegetables. Most of the mountain areas are too wet, barren for the arable farming, and the people use it for a variety of purposes, which include sheep and deer farming, forestry, tourism, and recreation. Almost two-fifths, around 5 million of Scotland people live in the four main cities, namely Glasgow, Edinburgh, Dundee, and Aberdeen. Okay. The low islands of Scotland has temperate climate and plenty of rain. Highland areas and experience heavy cold winter and with heavy drifting snow. അപ്പോൾ സ്കോട്ട്ലൻഡ് എന്ന് പറയുന്നത് വേറൊരു ഐലൻഡാണ്. ബ്രിട്ടനിൽ തന്നെയുള്ള മറ്റൊരു ഐലൻഡാണ് സ്കോട്ട്ലൻഡ്. 32% UK-യുടെ 32% മാത്രമാണ് ഈ ഒരു സ്ഥലം. 100% ആണ് ഈ ടോട്ടൽ ഐലൻഡ്സ്. അതിൽ വെറും 32% മാത്രമാണ് ഈ ഒരു സ്ഥലം. മാത്രമല്ല വളരെ കുറച്ച് പോപ്പുലേഷനുള്ള, വെരി ലെസ് പോപ്പുലേഷൻ ഈസ് ദെയർ. 1 കിലോമീറ്ററിന് 65 ആൾക്കാർ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. So that much very less population is there. Compared to other place, the climate is like very warm, dry ആണ് അവിടുത്തെ കാലാവസ്ഥ. സ്കോട്ട്ലൻഡിന്റെ കാലാവസ്ഥ പറഞ്ഞാൽ കുറച്ച് ഡ്രൈ കാലാവസ്ഥയാണ്, ഒരു ഉണങ്ങിയ പോലത്തെ കാലാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ അവിടെ കൂടുതലായിട്ടും ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മാൻ വളർത്തൽ, അതുപോലെ മൃഗങ്ങളെ വളർത്തുക എന്നുള്ള ഫാമിംഗ് ആണ് പ്രധാനമായിട്ട് ചെയ്യുന്നത്. ഒപ്പം തന്നെ പിന്നെ കൃഷി ചെയ്യുന്നുണ്ട്, വളരെ കുറച്ച് കൃഷി ചെയ്യുന്നുണ്ട്. കൂടുതലായിട്ടും ടൂറിസം ആണ് സ്കോട്ട്ലൻഡിൽ നടക്കുന്നത്. അവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കുന്ന പ്രധാനപ്പെട്ട 4 സിറ്റികളാണ് ഗ്ലാസ്ഗോ, എഡിൻബർഗ്, ഡ്യൂണ്ടി ആൻഡ് അബർഡീൻ എന്ന് പറയുന്ന സ്ഥലങ്ങൾ. മാത്രമല്ല ലോ ലാൻഡ്സ്, ഇപ്പോൾ സ്കോട്ട്ലൻഡിന്റെ താഴ്ഭാഗം എന്ന് പറയുന്ന ഏരിയാസിലൊക്കെ വളരെയധികം സ്നോഫാളൊക്കെയുള്ള വളരെ തണുത്ത കാലാവസ്ഥയാണ്. ഡ്രൈ ആണ് ഓൾ ടോട്ടൽ എങ്കിലും കുറച്ച് ഭാഗങ്ങളിൽ നല്ല മഞ്ഞ് വീഴ്ചയൊക്കെയുള്ള സ്ഥലമാണ്. അടുത്തത് ലാസ്റ്റ് വൺ ഇസ് നോർത്തേൺ അയർലൻഡ് ആണ്. Ireland faces the North Atlantic Ocean and is one of the remotest parts of continental Europe. The eastern side of the island has more people and industry. In the West, traditional ways of life based on farming remain strong, and native Irish language and it's still spoken by some people. Potatoes were the once staple food of Irish. Potatoes and cereals flourish in the drier east. The climate of Ireland is too wet and for many types of crop, particularly in the west, the soils are thin and the land is mostly used for sheep grazing. The bog areas and type of soil called peat and cut from grounds and dried to burn as fuel. Ireland location in the path of Gulf Stream Ocean current produces farm moisture air masses and which pass over the country. For the west, rainfall is abundant and allows many plants to grow and giving Ireland the name of Emerald Isle. ഓക്കെ, ഓൾ ടോട്ടൽ നമ്മൾ പറയുകയാണെങ്കിൽ ബ്രിട്ടൻ എന്ന് പറയുന്നത് കുറേ ഐലൻഡുകൾ ചേർന്നിട്ടുള്ള, ദ്വീപുകൾ ചേർന്നിട്ടുള്ള ഒരു രാജ്യമാണ്. ഒപ്പം തന്നെ അതിൽ ഓരോ പാർട്ടിനും പ്രത്യേകതകളുണ്ട്. കാരണം ഒരിടത്ത് ഫുൾ ഓഫ് ഇൻഡസ്ട്രീസ് ആണെങ്കിൽ ഒരിടത്ത് ഫുൾ ഓഫ് ഫിനാൻഷ്യൽ കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്. മറ്റൊരു സ്ഥലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് കംപ്ലീറ്റ്ലി എന്താണ് കൃഷിയും ഫാമിങ്ങും ഒക്കെയാണ്. ഓക്കെ, അങ്ങനെ ഓരോ ഐലൻഡും വ്യത്യസ്തങ്ങളാണ്, എല്ലാം സെയിം അല്ലാന്നാണ് ഓൾ ടോട്ടൽ പറയാനുള്ളത്. സോ ഇതാണ് ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്. അപ്പം അവിടെ നാച്ചുറലായിട്ട് തന്നെ കോൾ മൈൻസും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അവിടെ നല്ല രീതിയിൽ കൃഷിയൊക്കെ ഉള്ളത് കൊണ്ടും അവർ എപ്പോഴും വളരെ സ്ട്രോങ് ആയിട്ട് നമുക്ക് കാണപ്പെടുന്നു. ഓക്കെ, ഇൻ ദിസ് സെക്ഷൻ I'll stop here. So read the textbook very well.
Okay.